അങ്ങനെ റാപ്പർ വേടൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. കഞ്ചാവ് കേസിൽ പിടിയിലായിട്ട് പുലിപ്പല്ല് കേസില് ജാമ്യം കിട്ടിയിരിക്കുന്നതാണ്. എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റാപ്പർ വേടനെ കുറിച്ച് ഒരു ചർച്ച ആയേക്കാം. എല്ലാരും വേടനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. മാധ്യമങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. ഇന്നലെ മുതൽ ഇന്ന് വരേക്കുള്ള ഒരു ചർച്ചാ വിഷയം വേടനാണ്. വേടനും ഉണ്ട്, മറ്റേ ഇന്ത്യ പാക് യുദ്ധമുണ്ട്. യുദ്ധം ഒരു വഴിക്ക്, യുദ്ധം നാഷണൽ ലെവലിൽ പോകുന്നു. കേരള മീഡിയാസ്, കേരള സൈബർ എല്ലാവരും വേടന്റെ പിന്നാലെ പോകുന്നു. ഇവിടെ വേട്ട നടക്കുന്നു, വേടൻ വേട്ട നടക്കുന്നു, അവിടെ തീവ്രവാദികളെ വേട്ട നടക്കുന്നു. എല്ലാം ഇപ്പം കുറെ കവികളും കുറെ രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം വേടന് അനുകൂലിച്ചു വരുന്നു. നേരത്തെ കഞ്ചാവ് കേസിൽ പിടിയിലായപ്പം വേടനെതിരായിരുന്നു. ഇപ്പൊ അത് അനുകൂലിച്ചു വരുന്നു. വേടനെതിരെ ഇവര് ഈ പറഞ്ഞ കൂട്ടക്കാരൊന്നും വേടനെതിരെ പറഞ്ഞിട്ടില്ല. അത് ഒരു സമൂഹത്തിലെ ഒരുവിധം എല്ലാരും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇവന്റെ ഇതിലൊക്കെ ഇവൻ പറയുന്നത് ഇങ്ങനത്തെ ഡ്രഗ്സ് യൂസ് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അത്തരം ഒരു കേസിൽ അവനെ അറസ്റ്റ് ചെയ്തപ്പോ പുറത്തുള്ള എല്ലാവരും ഒന്ന് എന്ത് പറയാ, ഒരു അബ്നോർമലായി ബിഹേവ് ചെയ്തു. കാരണം മീഡിയാസ് ആണെങ്കിൽ പോലും ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണല്ലോ ചെയ്തത് എന്നുള്ളൊരു ഇമേജ് വന്നു. ഇവന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ശ്രീലങ്കൻ വംശജയാണ്. അങ്ങനെ ഒരു ഇതുണ്ട്. അതായത് പുലിപ്പല്ല് കിട്ടിയത് ഒരു ആരാധകൻ കൊടുത്തതെന്ന് പറഞ്ഞ ശ്രീലങ്കയിൽ UK കുടിയേറി പാർത്തതാണ്. ആ പരിപാടിയുടെ ഇടയ്ക്ക് വെച്ചിട്ടാണ്, ബാംഗ്ലൂർ വെച്ചിട്ടാണ് ഈ പുലിപ്പല്ല് കൊടുക്കുന്നത്. ഇവനക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു. ആള് പറയുന്നത് എനിക്കറിയത്തില്ലായിരുന്നു, ഇത് ഒറിജിനൽ ആയിരുന്നു എന്ന് അറിയത്തില്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് നോർമലി പറയുകയാണെങ്കിൽ ഇപ്പൊ പുതിയൊരു വീഡിയോ കണ്ടായിരുന്നു അവൻ. അതായത് പുറത്തിറങ്ങിയിട്ട് ഇവൻ പറയുന്നുണ്ട്, ഞാൻ മദ്യപിക്കുന്നതാണ്, ഞാനത് തിരുത്താൻ ശ്രമിക്കും എന്ന ഒരു നല്ലൊരു ഇത് സൂചന തരുന്നുണ്ട്. പക്ഷെ അവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കൊക്കെ അവന്റെ സ്വഭാവം എന്താണ്, അവനോട് മറ്റേ അടുപ്പമുള്ളവർക്ക് അറിയും അവനെ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ. നമ്മൾ പുറത്തുനിന്നുള്ള ഒരാൾക്കാർ നോക്കുന്ന സമയത്ത് ഇവന് ഇങ്ങനെ ഇതൊന്നും ചെയ്യരുത് എന്ന് പറയുന്നത് മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ. നമ്മൾ കാണുന്ന ഒരു ഇമേജ് വേറെയാണ്, അവനെ അടുത്തുള്ളവർക്ക് അറിയുന്നുണ്ടാവും. ഇവന്റെ ആരാധകര് കുറെ കൂട്ടുണ്ട്. നീ അന്ന് തിരുവനന്തപുരത്ത് തന്നെ നിശാഗന്ധി ഓഡിറ്റോറിയം അവിടെ കണ്ട് പരിപാടി നടത്തി. ഇപ്പം മരത്തിന്റെ മേളിൽ വരെയാണ് കയറുന്നത്. അപ്പൊ ഇവനെ അത്ര സ്വാധീനിക്കാൻ, യുവജനങ്ങളുടെ ഇടയ്ക്ക് ഇത്ര സ്വാധീനിക്കാൻ പറ്റും. ഇവനങ്ങനെ പറയാൻ മനസ്സ് കാണിച്ചത് നല്ല കാര്യമാണെന്ന് ഞാൻ പറയും. ഇവനോടിപ്പോ എല്ലാരും ഇപ്പൊ ഒരു സംഘടന ഒരു ഇവന്റ് പ്ലാൻ ചെയ്യുമ്പോ അവര് പറയും ഇതിനെതിരായിട്ട് നിങ്ങളൊന്ന് പറയണമെന്ന് പറഞ്ഞാൽ ആരായാലും പറഞ്ഞു. അപ്പൊ ഇപ്പൊ സിനിമയിലുള്ള ആളാണെങ്കിൽ പോലും മീഡിയാസ് ആണെങ്കിൽ പോലും ഇവര് സ്വയം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇവരോട് പറഞ്ഞു ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയും. ഇപ്പം പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഇത് തിരുത്താൻ ശ്രമിക്കും, എനിക്ക് തെറ്റുപറ്റി പോയെന്ന് ആള് പറഞ്ഞു, മീഡിയയോട് പറഞ്ഞു. ഇതിലിപ്പം ബാക്കി പുലിപ്പല്ലിന്റെ കേസൊക്കെ അത് വേറെ, അത് അവൻ പറഞ്ഞു കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല. അത് കഞ്ചാവ് കേസ് സ്റ്റേഷനിൽ പോയി ജാമ്യം എടുത്തു വന്നു. പക്ഷെ അതായത് ഇപ്പൊ ഗവൺമെന്റിന് ഇപ്പൊ ഒരാളെ പിടിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് മറ്റേ ഏത് പൂട്ടിട്ട് ഗോദ്രേജിന്റെ പൂട്ടിട്ട് പൂട്ടും. അത് ഏത് കേസാണെങ്കിലും അങ്ങനെ. സിനിമാ മേഖലകളും അതായത് ഇത് മൊത്തം അത് കേന്ദ്രീകരിച്ചാണ് ഈ കഞ്ചാവും മയക്കുമരുന്നും മറ്റേ MDMA പോലത്തെ സംഭവങ്ങളെല്ലാം ഒഴുകുന്നത്. സംഭവം എല്ലാ ഏരിയയിലും ഉണ്ട്. അതാണ്. പക്ഷെ ഇപ്പൊ ഗവൺമെന്റ്, മീഡിയാസ് ആൻഡ് പോലീസ് ഫോക്കസ് ചെയ്യുന്നത് ഈ കൂട്ടരെ മാത്രമായിട്ടാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ. ഈ കേസും ഇതുപോലെ തന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോയുടെ പോലെ തന്നെ തേഞ്ഞ് മാഞ്ഞു പോകും. ഇതിപ്പോ ഈ പുലിപ്പല്ല്, ആനക്കൊമ്പ്, അങ്ങനെ കുറെ കേസ് 2 ദിവസത്തിനപ്പുറം ഇത് തന്നെ പോകും. ഇതിപ്പോ ഗവൺമെന്റിനിപ്പോ അവര് പോലീസുകാരതിൽ ഇവനൊന്ന് പിടിക്കണം, ഇവനൊന്ന് ഡൗൺ ആക്കണം എന്നുള്ളൊരു ഇന്റൻഷൻ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ കളികളുണ്ട്, അത് നമ്മള് രാഷ്ട്രീയപരമായിട്ട് ഉണ്ടാവും. കാരണം ഇവന്റെ പദങ്ങള്, ഇവന്റെ പാട്ടുകളൊക്കെ അത്തരത്തിലാണല്ലോ. ഏതായാലും വേടന്റെ ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. അതെ, ഇന്നാണെങ്കിൽ വേടന്റെ ഇന്ന് റിലീസിങ്ങിന്റെ സമയത്ത് അവന്റെ ഇന്നത്തെ പുതിയൊരു പാട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്.
ഒരു പുതിയൊരു സോങ്ങും അവന് റിലീസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ പ്രൊമോഷൻ ആണോ എന്നൊക്കെ നമുക്കിപ്പോ ഡൗട്ടാണ്. ഇത് പ്രൊമോഷൻ ആണോ ഇത് യഥാർത്ഥമാണോ എന്താണെന്ന് അറിയില്ല. കാരണം കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കയുടെ പടം ഇറങ്ങിയപ്പോ തന്നെ അവനെ പിടിച്ചു. ഇതൊക്കെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണോന്ന് അറിയത്തില്ല. ഇതൊക്കെ ഒരു പ്രൊമോഷൻ ആയി മാറുകയാണെന്ന്. അതായത് ഇപ്പൊ ഇതിന്റെ ബാക്കിൽ ഇപ്പൊ ഇതിന് വേണ്ടിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തവർക്കൊക്കെ ഫ്രീ പ്രൊമോഷൻ ആണ്. ഇന്നിപ്പോ വേടന്റെ പാട്ട് റിലീസായി, എല്ലാ മീഡിയാസും വേടനകത്താണ്. ജാമ്യം കിട്ടുമോ എന്ന് അറിയത്തില്ല. ജാമ്യം ഇപ്പൊ കിട്ടും, കുറച്ച് കഴിഞ്ഞ് കിട്ടും. അതിനിടയിൽ ഇതാക്കുന്ന വേടന്റെ പുതിയ പാട്ട് റിലീസായി എന്നിട്ട് മീഡിയാസ് എല്ലാം പബ്ലിഷ് ചെയ്തു. അപ്പൊ അതുപോലെ തന്നെയാണ് ആ ഫിലിമിന്റെ കേസ് വരുന്നത്. ഫിലിമിന്റെ ഇന്ന പടം റിലീസാവാൻ പോകുന്നു, അതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷൻ ഫ്രീ കോസ്റ്റിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റേ ഒരു നടി ഉണ്ടല്ലോ, ഇവനക്കെതിരെ കേസ് എടുത്ത് അവളൊരു പുതിയ പടം റിലീസ് ആവുന്നുണ്ട്. പുള്ളിക്കാരി പറഞ്ഞു ഷൈൻ ടോം ചാക്കയുടെ കാര്യമല്ലോ. അതെ അതെ. പുള്ളിക്കാരി പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, പരാതിയൊന്നുമില്ല, എല്ലാം പരിഹരിച്ചു. ഇതും അതുപോലെ പരാതി ഇല്ലാതെ ഇതും തേഞ്ഞു മാഞ്ഞു പോകും. അപ്പം എന്താണേലും അടുത്ത എന്തെങ്കിലും ആനുകാലികമായി പ്രസക്തിയുള്ള എന്തെങ്കിലും വിഷയമായിട്ട് വരാം. ലീവ് കഴിഞ്ഞു വരുന്നതായതുകൊണ്ട് ഇനി അടുത്തടുത്ത് വീഡിയോസ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ്, ശ്രീനിക്.